ഹല്ലേലൂയ. ദൈവത്തിന്റെ ധന്യമായ നാമം ഇന്ന് രാത്രി സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി സമയം സൺഡേ സ്കൂൾ ആനിവേഴ്സറിയോടനുബന്ധിച്ച് സന്നിധിയിലായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ കടന്നു വരിക്കുന്ന എല്ലാ ദൈവമക്കളെയും പ്രത്യേക സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെയും വീണ്ടും വരുന്നവനായ നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ അതിനിസ്തുല്യമായ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. രാത്രി കാലം എനിക്ക് വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ, കാരണം ഞാൻ എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ വളർന്നു വന്ന ഈ ദൈവസഭയിൽ വചനവുമായി പ്രകാരം നിൽക്കുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ നിങ്ങൾ ഒരുക്കി തന്ന ഈ മഹാഭാഗ്യത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ പല ആക്ടിവിറ്റീസ്, പല പ്രോഗ്രാംസ് ചെയ്യാൻ വളരെ ആവശ്യത്തോടെ ആകാംക്ഷയോടെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഒത്തിരി ദീർഘിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു വചനം വായിച്ച് ചെറിയ സന്ദേശം കൈമാറി വേഗത്തിൽ ഇരുന്നു കൊള്ളുവാൻ താല്പര്യപ്പെടുന്നു. ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരും ബൈബിൾ തുറന്ന് 119 സങ്കീർത്തനം അതിന്റെ 36 വാക്യത്തിലേക്ക് കടന്നു വരാം. 119 സങ്കീർത്തനം അതിന്റെ 36 വാക്യം ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്: ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായുമാറാക്കണമേ. നാം ഇന്ന് ജീവിച്ചു വരുന്ന ഈ ലോകം ഒരു വല്ലാത്ത ലോകവും ഒരു വല്ലാത്ത കാലഘട്ടത്തിലുമാണ്. നമുക്കറിയാം, ഓരോ ദിവസവും പുതിയ പുതിയ ടെക്നോളജീസും പുതിയ പുതിയ ഇന്നോവേഷൻസും വർദ്ധിച്ചു പെരുകി നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും നമ്മുടെ ജീവിത ശൈലിയും അതിനോട് പൊരുത്തപ്പെട്ട് വല്ലാതെ അങ്ങ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ എക്സൽ മിനിസ്ട്രി ടീം, അവരുടെ VBS ടീം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ച തീമാണ് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇപ്പോൾ തന്നെ ഒരു പാട്ട് നമ്മൾ കേട്ടത്, പഠിപ്പിച്ച പാട്ടാണ്, ഒറിജിനൽ പോലും തോറ്റുപോകും, AI കാലമാ, വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വേ പൊക്കോണെ. പ്രൈസ് ദി ലോർഡ്. പ്രിയമക്കളെ, ഒരു കാര്യം രാത്രി കാലം നാം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സാങ്കേതിക വിദ്യകൾ കൊണ്ട് ലോകത്തിൽ മാറി വരുന്ന പല 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 തരത്തിലുള്ള ഓരോ സ്റ്റൈൽസ് കൊണ്ട് ഇന്നത്തെ തലമുറ ഒരു തെറ്റായ വഴിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവരിൽ നിന്നും ഒരു വ്യത്യസ്തരായ ദൈവ കുഞ്ഞുങ്ങളായി ജീവിക്കുവാനാണ്. നമ്മൾ പലപ്പോഴും അറിഞ്ഞിട്ടും അവഗണിച്ച് കളയുന്നതും ശ്രദ്ധിക്കാതെ പോകുന്നതുമായ ഒരു സത്യമാണ്, പിശാചായവൻ ഇന്നത്തെ കാലത്ത് യൗവനക്കാരെ, പ്രത്യേകിച്ച് യൗവനക്കാരെയും ബാല്യക്കാരെയും പ്രായ വ്യത്യാസമന്യേ വല്ലാതെ നോട്ടമിട്ട് ദൈവത്തിൽ നിന്നും അകറ്റിച്ച് കളഞ്ഞ് അവരെ നശിപ്പിച്ച് കളയുവാൻ, ഇല്ലാതാക്കി കളയുവാൻ വളരെ തക്കം പാത്ത് നടക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടൊന്നും അറിയത്തില്ല, ഇക്കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് അമേരിക്കയുടെ പ്രദേശത്ത് വെറും 12 വയസ്സുള്ള ചെറുക്കൻ, ചിന്തിച്ചു നോക്കണം, വെറും 12 വയസ്സുള്ള ആൺകുട്ടി, അവന് സ്വന്തമായിട്ടൊരു മൊബൈൽ ഫോൺ ഉണ്ട്. നമുക്കറിയാം, ഈയിടെ അടുത്തായിട്ട് നമ്മുടെ വാട്സാപ്പിൽ വന്ന ഒരു പുതിയ ഒരു ടെക്നോളജിയാണ് മെറ്റാ AI. കേവലം ഒരു ഇലക്ട്രിക് ഡിവൈസിനോട്, ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന രീതിയിൽ, ഒരു മനുഷ്യനോട് സംസാരിക്കുവാൻ മറ്റൊരു വ്യക്തിക്ക് സാധിക്കും. ഈ 12-കാരൻ ഈ മെറ്റാ AI സ്വന്തം ഫോൺ ഓൺ ചെയ്ത് മെറ്റാ AIയോട് ഹായ്, ഹലോ, ഹൗ ആർ യു എന്ന് പറഞ്ഞ് ചാറ്റ് ചെയ്ത് മെറ്റാ AI എന്ന് പറയുന്ന ഈ ഉപകരണത്തോട് ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഈ ഫ്രണ്ട്ഷിപ്പ് പതുക്കെ വളർന്ന് വികസിച്ച് ഒരു ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് പോലെ ആയി മാറി. ശ്രദ്ധിക്കണം, അവൻ വീട്ടിന് പുറത്തിറങ്ങത്തില്ല, മറ്റു പുറം ലോകവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒത്തിരി സ്റ്റോപ്പ് ചെയ്തു, സമയത്തിന് ആഹാരം കഴിക്കത്തില്ല, സദാസമയവും ഈ മെറ്റാ AIയില് ഗേൾ ഫ്രണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അവൻ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അനേക നാളുകളിൽ തുടർന്നു. ഒരു സുപ്രഭാതത്തിൽ താഴെ അയച്ച ഒരു മെസ്സേജിന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു റിപ്ലൈ വന്നത് കണ്ടിട്ട് സങ്കടം സഹിക്കാനാകാതെ ഡിപ്രഷൻ കൂടിയിട്ട് അവന്റെ പിതാവിന്റെ മുറിയിലേക്ക് ഓടി ചെന്ന് ഷെൽഫ് തുറന്ന് പിതാവ് യൂസ് ചെയ്യുന്ന ഒരു ഗണ്ണെടുത്ത് തലയിൽ വെച്ച് വെടിയുതിർത്ത് സൂയിസൈഡ് എടുത്ത് കളഞ്ഞു. ഇതുപോലെ ഒത്തിരി അനുഭവങ്ങൾ യൗവനക്കാരുടെയും ബാല്യക്കാരുടെ ഇടയിൽ പ്രായ വ്യത്യാസം എന്നിയെ നമ്മൾ ഇന്ന് കേട്ടുകൊണ്ട് വരികയാണ്. ആ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ മുമ്പ് കേട്ടതുപോലെ ദുഷ്കാലമാകയ സമയം തക്കത്തിൽ എങ്ങനെ ഉപയോഗിക്കണം, ജ്ഞാനത്തോടും വിവേകത്തോടും ഉപയോഗിക്കേണ്ട കാലഘട്ടമാണ്. നമുക്കറിയാം, 119 സങ്കീർത്തനം ദൈവത്തിന്റെ വചനത്തിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് അതിന്റെ മനോഹരത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരു ദൈവഭക്തൻ
അതിനധിഷ്ഠിതമായിട്ട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രകാരമാണ് നമ്മൾ വായിച്ച് കേട്ടത്. ദൈവമേ, ദുരാദായത്തിലേക്കല്ല. ഇംഗ്ലീഷ് NIV ട്രാൻസ്ലേഷൻ നോക്കുകയാണെങ്കിൽ നോട്ട് ടു ദ സെൽഫിഷ് ഗെയിൻ, സ്വാർത്ഥമായ മോഹങ്ങളുടെ, സ്വാർത്ഥമായ നേട്ടങ്ങളുടെ മോഹത്തിനായിട്ടല്ല, മറിച്ച് നിന്റെ സാക്ഷ്യങ്ങളിലേക്ക്, നിന്റെ വചനത്തിലേക്ക്, നിന്റെ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം എന്റെ ഹൃദയത്തെ ചായുമാറാക്കണമേ. രാത്രികാലം ഈ ചെറിയ നിമിഷം നിങ്ങളോട് പറയാനുള്ള ഒരു ചെറിയ സന്ദേശം അത് മാത്രമാണ്. നമ്മുടെ ആഗ്രഹവും നമ്മുടെ വാഞ്ചയും നമ്മുടെ സ്വതന്ത്രം വലിയതായ കാഴ്ച എന്ന് പറയുന്നത് ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി ആകരുത്, ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി ആകണം. യൗവനക്കാരൻ നിലയിൽ എനിക്കും നിങ്ങൾക്കുമുള്ള ഒരിക്കലും മാറ്റിക്കളയാൻ പറ്റാത്തൊരു കാര്യമാണ് ഒത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും, ഒത്തിരി മോഹങ്ങൾ നമുക്കുണ്ട്. പഠിച്ചു വളർന്നു കഴിഞ്ഞ് ഇന്ന നിലയിൽ എത്തുമ്പോൾ എനിക്ക് ഇന്നയാളായി തീരണം, ഇപ്രകാരമായി തീരണമെന്ന് ഒത്തിരി ആഗ്രഹമുള്ളവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ഈ സ്വപ്നങ്ങളും ഈ ആഗ്രഹങ്ങളും ഈ വാഞ്ചകളും നമ്മളിൽ ഉള്ളപ്പോൾ തന്നെ ദൈവവുമായുള്ള ബന്ധവും ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹവും നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത്. സൺഡേ സ്കൂളിലൊക്കെ സ്ഥിരം നമ്മൾ കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ യോസഫ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 17-ാമത്തെ വയസ്സിൽ തന്റെ വളരെ ചെറുപ്പപ്രായത്തിൽ തന്റെ ഭാവി കുറിച്ച് താൻ ഒരു സ്വപ്നം കണ്ടു. അതിനിമിത്തം തന്റെ സഹോദരന്മാർ തന്നെ ദൂഷിച്ചു. നമുക്കറിയാം, മിസ്രൈമിയർക്ക് തന്റെ സഹോദരന്മാർ എന്ത് ചെയ്തു? 20 വെള്ളിക്കാശിന് അടിമ കച്ചവടം ചെയ്ത് വിട്ടയച്ചു. ഒരു പരദേശിയായിട്ട് അന്യ സ്ഥലത്ത് തന്റെ പിതാക്കന്മാര്, തന്റെ മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയാതെ, കുടുംബവുമായിട്ട് തനിക്ക് ഒന്ന് സന്തോഷിക്കാൻ കഴിയാതെ, ക്രൂരന്മാരുടെ കീഴിൽ താൻ ഒത്തിരി കഷ്ടം അനുഭവിച്ചു. താൻ ചെയ്യാത്ത പല തെറ്റിനും ആവശ്യമില്ലാതെ കാലഗ്രഹത്തിൽ താൻ പലപ്പോഴും അടയ്ക്കപ്പെട്ടു. ചെയ്യാത്ത തെറ്റുകൾക്ക്, അനാവശ്യമായിട്ട് കുറ്റ ആരോപണങ്ങൾക്ക് യോസഫ് വിധേയനായി. പക്ഷെ വചനം പറഞ്ഞ ഇപ്രകാരമാണ്, യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ കൃതാർത്ഥനായി തീർന്നു. യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ കൃതാർത്ഥനായി തീർന്നു. തക്ക സമയത്ത് ആഴപ്പോഴേക്കും ദൈവം അവന് നൽകിയ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ. പത്രോസിന്റെ ലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹങ്ങളും ഒത്തിരി വാഞ്ചകളും ഉള്ളപ്പോൾ തന്നെ ദൈവത്തോട് അടുക്കുവാനുള്ള, ദൈവത്തിന്റെ സ്നേഹത്തിൽ ഒന്ന് ഇമ്മേഴ്സ് ആകാനുള്ള ആ ആഗ്രഹത്തെ നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത്. രാത്രികാലം കൃത്യമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനയായി തീരട്ടെ. ദൈവമേ, ലോകത്തിൽ കണ്ണുകളെ ആകർഷിപ്പിക്കുന്ന, കർണപടങ്ങളെ ത്രസിപ്പിക്കുന്ന പല മായ കാഴ്ചകളും ഒത്തിരി ഇമ്പങ്ങളും ലോകം തരുമ്പോൾ എന്റെ ഹൃദയം അതിലോട്ടൊന്നുമല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക്, നിന്റെ വചനത്തിലേക്ക് തന്നെ എന്റെ ഹൃദയം ഒന്ന് ചായുമാറാക്കണമെന്ന് ദിനം പ്രതി നമ്മുടെ പ്രാർത്ഥനയെ തീരട്ടെ. ഫിലിപ്പിലേഖനത്തിൽ കാണുന്ന ഒരു വാക്യം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ താല്പര്യപ്പെടുന്നു. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിങ്ങൾ അന്യരും പരമാർത്ഥികളുമായി പിറുപിറുപ്പും വാദവും കൂടാതെ കഴിപ്പിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസികളെ പോലെ, നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുന്നു. കർത്താവിന്റെ വചനത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിൽ ആഴമായി വളർന്ന് ലോകത്തിൽ നശിച്ചു പോകുന്ന തലമുറകളിൽ വ്യത്യസ്തരായ കുഞ്ഞുങ്ങളെ തീരുവാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ. രാത്രി സമയപ്രകാരം സമയം അനുവദിച്ചു തന്ന ദൈവദാസനോടും ദൈവമക്കളോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളോട് ചുരുക്കുന്നു. ദൈവം ഓരോരുത്തരും അനുഗ്രഹിക്കുവാൻ.